മലപ്പുറം മഞ്ചേരി പയ്യനാട് എലമ്പ്രയിലെ പതിറ്റാണ്ടുകളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് പ്രദേശത്തൊരു LP സ്കൂൾ വേണമെന്ന്. പല തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും സ്കൂൾ ഒരു വിഷയമായിട്ടുണ്ടെങ്കിലും ഇത്തവണ ചില പ്രത്യേകതകളുണ്ട്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രദേശത്ത് സ്കൂൾ നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പ്രദേശത്തെ സ്ഥാനാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പിൽ സ്കൂൾ വിഷയം എങ്ങനെ സ്വാധീനിക്കുമെന്ന് കേൾക്കാം. മഞ്ചേരി പയ്യനാട് എലമ്പ്രയിലെ വർഷങ്ങളായുള്ള ജനകീയമായ ഒരു ആവശ്യമാണ് ഇവിടെ ഒരു LP സ്കൂൾ നിർമ്മിക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളായ നിയമ പോരാട്ടം നടത്തുകയാണ് ഇവിടുത്തെ ആളുകൾ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു വിധി വന്നിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതിയുടെ വിധിയായിരുന്നു, അത് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. 3 മാസത്തിനകം ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് സ്കൂൾ നിർമ്മിക്കണം എന്നുള്ളതാണ്. ഈ പ്രദേശത്തെ വിവിധ കക്ഷികളിലുള്ള സ്ഥാനാർത്ഥികളാണ്, UDF, LDF-ഉം വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളാണ് നമ്മളൊപ്പം ചേരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയാണ് ഈ ഒരു ആവശ്യത്തെ നോക്കിയത്? ഒരുപക്ഷെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പൂർവികർ ഇതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് അത് ഈ ഒരു സമയത്താവുക എന്ന് പറയുന്നതിലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ അതിന് രാഷ്ട്രീയ വശങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് UL ലത്തീഫ് സാഹിബ് ഇവിടുത്തെ MLA ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ നിയമസഭാ പ്രസംഗത്തിൽ തന്നെ ആദ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അദ്ദേഹം നിയമസഭയിൽ നിരന്തരമായിട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ആ ഒരു സമയത്ത് ഒരുപക്ഷെ നമുക്ക് സർക്കാർ അപ്പീലിൽ പോയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സ്കൂള് ഒരുപക്ഷെ നമുക്കൊരു 5 വർഷം മുമ്പേ കിട്ടേണ്ടതായിരുന്നു. LDF-ന്റെ സ്ഥാനാർത്ഥി കൂടി ചേരുകയാണ്. ഇതൊരു വലിയ ജനകീയ വിഷയമാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സ്ഥാനാർത്ഥി? വളരെ സന്തോഷത്തോടെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെ നമ്മൾ നോക്കിക്കാണുന്നത്. ഇവിടെ സ്കൂള് വരൽ നമ്മുടെ അത്യാവശ്യമാണ്. ഇവിടുത്തെ കുട്ടികൾ ഒരുപാട് ദൂരങ്ങളിലേക്കാണ് സഞ്ചരിച്ച് സ്കൂളിൽ പോകുന്നത്. വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരിടം കൂടിയാണ് ഇവിടെ. ഇതിന് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും എല്ലാവിധ സഹായവും സഹകരണവും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ സ്കൂള് വരുന്നതിന് വേണ്ടി ഇവിടെ നാട്ടുകാരൊപ്പം മുന്നിൽ നിന്ന് പ്രവർത്തിക്കും. വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി കൂടി ചേരുകയാണ്. വെൽഫെയർ പാർട്ടി രൂപീകരിച്ച അന്നു മുതൽ തന്നെ ഈ പ്രദേശത്തുകാരുടെ ആവശ്യത്തോടൊപ്പം നിലയുറപ്പിച്ച പാർട്ടിയാണ്. ഇവരുടെ DD മാർച്ച് പല വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ പല പ്രവർത്തകരും അതിൽ പങ്കെടുക്കുകയും അതിൽ സജീവമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ വികസനം അല്ലെങ്കിൽ സ്കൂളുകൾ, വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു നാട് മൊത്തം ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ സർക്കാരുകൾ അത് എങ്ങനെയാണ് തള്ളിക്കളയുന്നതെന്ന് നമുക്ക് ആലോചിക്കാനില്ല. അപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പറയാണ് ഞങ്ങൾക്കൊരു സ്കൂൾ വേണം, ഞങ്ങൾക്ക് റോഡ് വേണം എന്ന് പറയുമ്പോൾ അത് ഈ ജനകീയമായി ഉയർന്നു വരുന്നൊരു വിഷയങ്ങളെ എങ്ങനെയാണ് ഈ സർക്കാരുകൾ തള്ളിക്കളഞ്ഞിട്ട് ഇവർക്ക് ആവശ്യമായ അവകാശമാണല്ലോ ഇത്, വിദ്യാഭ്യാസ അവകാശം നിലനിൽക്കുന്ന രാജ്യത്താണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇത്രത്തോളം അത് സുപ്രീം കോടതി വരെ പോവേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ളൊരു സംസ്ഥാനത്തിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും ഇപ്പോൾ അവസാനം നീതി ലഭിച്ചു എന്നാണ് നമുക്ക് പറയാവുന്നത്. ആര് ജയിച്ചാലും ഇതിന് മുൻപതിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് പറയുന്നത്. അനുരൂപിച്ചിക്കൊണ്ടൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.